الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله العظيم. ആ തുടക്കത്തിലെ ഉഷാർ എന്തായാലും അവസാന സമയത്ത് ഉണ്ടായില്ല എന്നതുപോലെ തന്നെയാണ് മല കയറാനുള്ള ഉഷാറ് ഇപ്പൊ തുടക്കത്തിലുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും അല്ലാഹു ആലം. ഏതായാലും ഇപ്പൊ നമ്മൾ വന്നിക്കുന്നത് പരിശുദ്ധമായ ഒരു സ്ഥലത്താണ്. ജബലുന്നൂർ എന്നാണ് ഈ കാണുന്ന പർവ്വതത്തിന്റെ പേര്. എന്താ പേര്? ജബലുന്നൂർ. ഇനി ഇങ്ങോട്ട് നോക്കി. ജബലുന്നൂർ എന്നാൽ പ്രകാശ പർവ്വതം എന്നാണ് അതിന്റെ അർത്ഥം. പ്രകാശ പർവ്വതം നോക്കി, പ്രകാശ പർവ്വതം. ഖുർആൻ പ്രകാശമാണ് അല്ലേ? മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അവതീർണമായത് ഈ കാണുന്ന മലമുകളിലെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ പേരാണ് ഹിറാ ഗുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40-ാമത്തെ വയസ്സ്. എത്രാമത്തെ വയസ്സ്? 40-ാമത്തെ വയസ്സിൽ ആ ഗുഹക്കകത്ത് ഏകാന്തനായി ഇബാദത്തിൽ കഴിയുകയാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഒറ്റക്ക് ഇബാദത്ത് കഴിയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഇഖ്റ വായിക്കൂൻ, ഇഖ്റ വായിക്കൂൻ. പുന്നാര നബി പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് ഓത്ത് ശീലല്ലോ, ഞാൻ ഓത്ത് ശീലിച്ചിട്ടില്ലല്ലോ, എനിക്ക് ഓത്ത് അറിഞ്ഞൂടല്ലോ. വീണ്ടും പറഞ്ഞു ഇഖ്റ. അപ്പോഴും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മാ അന ബിഖാരി, എനിക്ക് ഓത്ത് ശീലല്ലോ, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. വീണ്ടും പറഞ്ഞു ഇഖ്റ. അപ്പോഴും പറഞ്ഞു മാ അന ബിഖാരി. അവസാനം മഹാനരായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തായ നബിനെ കൂട്ടി അങ്ങോട്ട് പിടിച്ചു. കൂട്ടിപ്പിടിച്ചു എന്നാണ് നബി തങ്ങൾ പറയാണ്, എന്റെ 2 വാരിയെല്ലുകൾ കോർക്കുന്നത് പോലെയുള്ള നൊമ്പരം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ വേദന, ഇങ്ങോട്ട് 2 വാരിയെല്ലുകൾ ഇങ്ങനെ കോർത്തത് പോലെയുള്ള വേദന അനുഭവപ്പെട്ടു. അതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഓതിക്കൊടുത്തു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇഖ്റ വായിക്കൂൻ, വായിക്കൂൻ. വായനക്ക് വളരെ പ്രാധാന്യം കൊടുത്ത മതമാണ് ഏത്? ഖുർആനിൽ നിന്ന് ആദ്യമായി അവതീർണമായ ആയത്ത് ഏതാണ്? ഇഖ്റ അല്ലെ? ഇഖ്റ ആദ്യം ഇറങ്ങിയത് ഏതാണ്? ഇഖ്റ. എന്താ അർത്ഥം? വായിക്കുക. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. ഇത് പറഞ്ഞത് നമ്മുടെ നാട്ടിലൊരു മഹാകവിയാണ്. എന്ന ഖുർആൻ ആദ്യമേ പറഞ്ഞു വായിക്കുക. ആ വായനക്ക് പ്രാധാന്യം കൊടുത്ത മതമാണ് ഏത്? എത്ര സംവിധാനങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെങ്കിലും വായിക്കുക അത് മനുഷ്യനെ വളർത്തിക്കൊണ്ടിരിക്കും. പക്ഷെ എന്തേ വായിക്കാവൂ? നല്ലതേ വായിക്കാവൂ. മനസ്സിലായില്ല? നാനാ വാരികകൾ, പൈങ്കിളി മാസികകൾ, അതുപോലെയുള്ള മോശപ്പെട്ട പുസ്തകങ്ങളാണോ വായിക്കേണ്ടത്? വായിക്കുക എന്ന് ഇസ്ലാം പറഞ്ഞു എന്നത് ശരിയാണ്. പക്ഷെ എന്തും വായിക്കാം എന്നാണോ? അല്ല. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ബിസ്മി റബ്ബിക്ക, അള്ളാഹുവിന്റെ നാമത്തിൽ ഉച്ചരിക്കാൻ പറ്റുന്നവ അഥവാ നല്ലതേ വായിക്കാവൂ. ഈ സിനിമാ വാരിക ബിസ്മില്ലിട്ട വായിക്കുക ആണോ? അല്ല. നല്ലതെല്ലാം വായിക്കുക. അതേപോലെ എഴുതാനും ആദ്യമായി പ്രോത്സാഹനം കൊടുത്ത മതം ഏതാണ്? അല്ലമ ബിൽ ഖലം, അല്ലമ ബിൽ ഖലം. ഖലം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പേന. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനായ റബ്ബ്. കണ്ടോ? പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനായ റബ്ബ്. എത്ര സംവിധാനങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഒപ്പിടാനെങ്കിലും പേന വേണ്ടേ? ബാക്കിയൊക്കെ കമ്പ്യൂട്ടർ ചെയ്താലും പേന വേണം. ആ പേന അത്യാവശ്യമാണ്. അപ്പൊ എഴുതുവാനും വായിക്കുവാനും വളരെ പ്രോത്സാഹനം കൊടുത്ത മതമാണ് ഏത്? അപ്പൊ നല്ലത് എഴുതുക, നല്ലത് വായിക്കുക എന്ന വലിയ സന്ദേശമാണ് നമുക്ക് ഇസ്ലാം നൽകുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഇഖ്റ. ഇവിടെ നോക്കി, ഇഖ്റ വായിക്കുക. അങ്ങനെ ആ സംഭവം തൽക്കാലം നിർത്തുകയാണ്. ചുരുക്കത്തിൽ മുത്തായ തങ്ങൾ ഓതിക്കൊടുത്തു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ബേജാറായി. ആ മലയുടെ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ജമ്മിലൂനി എന്ന് പറഞ്ഞു ഖദീജ ബീവിന്റെ അടുത്ത് എന്ന കഥയൊക്കെ ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹയെ
സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയില്ലേ? ഈ മലയാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മുത്തായ നബി തങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് ഒരു ദിവസം പലതവണ കയറുകയും ഇറങ്ങുകയും ചെയ്തത്. അപ്പൊ നിങ്ങൾ ഈ മല കയറുമ്പോ അല്ലെങ്കിൽ മല കയറി ഹിറാ ഗുഹയിൽ എത്തുമ്പോ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രമാണം, നമ്മുടെ വഴികാട്ടി അതാണ് പരിശുദ്ധ ഖുർആൻ. ആണോ അല്ലേ? നമ്മുടെ വഴികാട്ടി ഏതാണ്? പരിശുദ്ധ ഖുർആൻ. ലോകത്ത് എല്ലാ സ്ഥലത്തും പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഖുർആനാണ്. എല്ലാ സ്ഥലത്തും. ആ ഖുർആൻ ഇറങ്ങിയ സ്ഥലത്താണ് ഞാൻ ഉള്ളത്. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ എവിടെയാ ഉള്ളത്? ഖുർആൻ ഇറങ്ങിയ സ്ഥലത്താണ് ഞാൻ ഉള്ളത്. ഒന്നുകിൽ ജബലുന്നൂറിന്റെ മേലെ, അല്ലെങ്കിൽ ഹിറാ ഗുഹയുടെ അകത്ത്, അല്ലെങ്കിൽ ജബലുന്നൂറിന്റെ താഴെ. ഒന്ന്. രണ്ടാമത്, മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കയറി വന്ന മലയുടെ മേലെ, അല്ലെങ്കിൽ ഇടയിൽ, അല്ലെങ്കിൽ താഴെ, അല്ലെങ്കിൽ ഗുഹയിലാണ് ഞാൻ ഉള്ളത്. മനസ്സിലായോ? എത്ര കാര്യം പറഞ്ഞു? മൂന്നാമത്തേത്, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി ഇരുന്ന 40ാമത്തെ വയസ്സിൽ ഇബാദത്തിൽ കഴിഞ്ഞ മുത്തായ തങ്ങളുടെ സ്പർശനമേറ്റ ആ ഗുഹയുടെ ഉള്ളിലാണ് ഞാനുള്ളത്. ആ മലയിലാണ് ഞാനുള്ളത്. ആ മലയുടെ താഴെയാണ് ഞാനുള്ളത്. ആ മലയുടെ പോകുന്ന വഴിയിലാണ് ഞാനുള്ളത്. ഇതൊക്കെ നമ്മൾ ഓർക്കണം. ഇപ്പൊ എത്ര കാര്യം പറഞ്ഞു? 3 എണ്ണം. നാലാമത്തേത്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാകുന്ന നമ്മുടെ ഉമ്മ കയറുകയും ഇരിക്കുകയും ചെയ്ത ഗുഹയുടെ ഉള്ളിലാണ്, മലയുടെ മേലെയാണ്, മലയുടെ ഇടയിലാണ്, മലയുടെ താഴെയാണ് ഞാനുള്ളത്. അപ്പോ ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലം സന്ദർശിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ അനുഗ്രഹമാണ്. എല്ലാവർക്കും മേലെ വരെ കയറാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പൊ മുത്തായ തങ്ങൾ ചവിട്ടിയ, ഖദീജ ഉമ്മ ചവിട്ടിയ ഈ മലയുടെ പിന്നെ ഒരല്പഭാഗമെങ്കിലും കയറിയിട്ട് ഇറങ്ങുക കഴിയാത്തവര്, അല്ലാത്തവരെന്ത് ചെയ്യുക, പിന്നെ കുറച്ചും കൂടെ അപ്പുറം വരെ പോവുക. കയറാൻ കഴിയുന്നവരൊക്കെ നേരെ മേലെ ചെന്നിട്ട് അവിടുന്ന് ഹിറാ ഗുഹയുടെ അകത്തേക്കൊന്ന് ചെന്ന് അവിടുന്ന് സന്തോഷത്തോടെ ഒന്ന് ദുആ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദം പതിഞ്ഞ, ജിബ്രീൽ വന്ന, ഖുർആൻ ഇറങ്ങിയ, ഖദീജ ഉമ്മ വന്ന് നിന്ന ആ സ്ഥലല്ലേ, പവിത്രമായ ഭൂമിയല്ലേ, അവിടെ ഒന്ന് ചെന്നിട്ട് ഒന്ന് ദ്വാർന്നിട്ട് വേഗത്തിൽ ഇങ്ങോട്ട് പോരുകയും ചെയ്യുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിന്റെ മേലെ പ്രത്യേക സുന്നത്ത് നിസ്കാരമൊന്നും സുന്നത്തില്ല. മനസ്സിലായോ? പിന്നെ കറാഹത്തുള്ളതല്ലാത്ത ഏത് സമയത്തും എവിടെയും നിസ്കരിക്കാമെന്നുണ്ടല്ലോ, ആ രീതിയിൽ അവിടെയും നിസ്കരിക്കാമെന്നല്ലാതെ അതിന്റെ ഉള്ളിൽ പ്രത്യേക നിസ്കാരമൊന്നും ഇല്ല. അപ്പൊ അവിടെ ചെന്നപ്പോ നമുക്ക് ഒന്നുണ്ട്, കറാഹത്തായ സമയവും അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ ഹിറാ ഗുഹക്ക് അകത്ത് കയറിയാൽ 2 റക്അത്ത് നിസ്കരിക്കണം എന്നൊരു നിർദ്ദേശമൊന്നും ഇല്ല. പിന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. കാരണം മഹത്തുക്കളുടെ പാദം പതിഞ്ഞ ഭൂമിയാണ്. അള്ളാഹു തആല നമ്മുടെ ദുആക്ക് ഉത്തരം നൽകട്ടെ. അള്ളാഹു നമ്മെ എല്ലാം സ്വീകരിക്കട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശിഫ തരട്ടെ. അവിടെ കയറിയ ആ കയറ്റത്തിന്റെ കാരണമായി കാലുകളുടെ വേദനയും മറ്റു രോഗങ്ങളൊക്കെ അള്ളാഹു തആല മാറ്റി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവർ പണി കുട്ടികളെ മുത്തേ പിന്നെ വെള്ളം പിന്നെ ഇവിടെ നോക്കി